ഇൻട്രാക്ട് 25 എന്ന ശ്രീനാരായണ കോളേജിൻ്റെ ത്രിദിന മൾട്ടി ഡിസിപ്ലിനറി ഇൻ്റർനാഷണൽ സെമിനാറിൻ്റെ ഭാഗമായി രണ്ടാമത്തെ ദിവസം സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ കീനോട്ട് സ്പീക്കറായിട്ട് എത്തിയത് നമ്മുടെ കാര്യവട്ടം ക്യാമ്പസിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സുവോളജിയുടെ ഹെഡ് പ്രൊഫസർ ജി പ്രസാദ് സാറാണ്. സാർ, നമ്മുടെ കോളേജിലെ ഈ സെമിനാറിനെ പറ്റി സാറിൻ്റെ ഒരു അഭിപ്രായം? ടീച്ചറെ, ഇത് ശരിക്കും എനിക്ക് വളരെയധികം അത്ഭുതമാണ് അതിൽ കയറി വന്നപ്പോൾ തോന്നിയത്. കാരണം അവർക്ക് എസ് എൻ കോളേജ് ഉണ്ടായതിനു ശേഷം ഇങ്ങനെ വളരെ ഒരു എക്സ്റ്റൻസീവ് ലെവലിൽ ഒരു ഇൻ്റർനാഷണൽ സെമിനാർ ഇതുവരെ നടന്നിട്ടുണ്ടാവുന്നത്. അതും എല്ലാ സബ്ജക്റ്റിൻ്റെ എല്ലാ മനുഷ്യനെ ബാധിക്കുന്നതായിട്ടുള്ള മനുഷ്യൻ്റെ സർവ്വതല സ്പർശിയായിട്ട് തന്നെ നിങ്ങളത് അറേഞ്ച് ചെയ്തിരിക്കുന്നു. നിങ്ങൾ ടീച്ചേഴ്സും കുട്ടികളും വളരെ ഇതായിട്ട് വളരെ ആക്റ്റീവായിട്ടും വളരെ പ്ലസൻ്റായിട്ട് ഈ കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം അറിഞ്ഞതിൽ എനിക്ക് വളരെ വലിയ സന്തോഷം. നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ഡയമണ്ട് ജൂബിലി ഇയറായിട്ട് നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അക്കാദമിക് ആക്ടിവിറ്റി ആയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്തത് ഇങ്ങനെ ഒരു ഇൻ്റർനാഷണൽ സെമിനാർ. സാറ് അത് എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ നമ്മുടെ അത് എടുത്തത് സാറ് എന്താണ് അഭിപ്രായം സാറിൻ്റെ? ഇത്രയും വൈഡ് സബ്ജക്റ്റിൽ നിന്ന് തന്നെ നിങ്ങളെ ആൾക്കാരെ എല്ലാവരും എല്ലാ ഇന്ത്യക്കകത്തുള്ളതും ഇന്ത്യക്ക് പുറത്തുള്ളതുമായ റിസോഴ്സ് പേഴ്സണെ എല്ലാം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും അവർക്ക് പറയാനുള്ള ഏറ്റവും റീസെൻ്റായിട്ടുള്ള അവരുടെ റിസർച്ചിലെയോ അവരുടെ കരിയറിലെ അവർ നിൽക്കുന്ന ഏരിയയിലെ കാര്യങ്ങൾ ഇവിടുത്തെ കുട്ടികൾക്കും ഇവിടുത്തെ ഫാക്കൽറ്റിക്കും അതുപോലെ തന്നെ ഇതിനകത്ത് പങ്കെടുക്കുന്ന മറ്റു കോളേജിലെ മറ്റുള്ളിടത്തെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അത് ഏറ്റവും പ്രയോജനപ്രദമാകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാനിതിനെ ഇവിടെ എടുത്തത് മെയിനായിട്ടും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം, നമ്മുടെ നേച്ചറിൽ ആനിമൽസ് വളരെ പെട്ടെന്ന് ഇല്ലാതാകുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളാണെന്ന് ഞാൻ കുട്ടികളുമായിട്ട് കൂടുതലായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നത്. അത് അവർക്ക് കൂടുതലായിട്ട് അവർക്കുള്ള പഠന പ്രക്രിയയുടെ ഒരു ഭാഗമാണ്, അവരുടെ സിലബസിൻ്റെ ഒരു ഭാഗമാണ്. മാത്രമല്ല, നമ്മൾ നേച്ചർ കൺസർവേഷനെ കുറിച്ചിട്ട് നമ്മൾ വളരെയധികം ബോധവാന്മാരല്ലെങ്കിൽ അത് നമ്മളെ തന്നെ അഫക്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. നമ്മൾ തിരിച്ചത് മനുഷ്യരിലേക്ക് തന്നെയാണ് ഈ എല്ലാ പ്രശ്നങ്ങളും അവസാനം വരാൻ പോകുന്നത്. അപ്പോൾ അത് ഇന്ന് വളർന്നൊരു തലമുറ എന്നുള്ള നിലയ്ക്ക് അവരാണ് ഈ നേച്ചർ കൺസർവേഷൻ ഏറ്റെടുക്കേണ്ടത്, അതിൻ്റെ അഡ്വക്കേറ്റ് ആവേണ്ടത് അവരാണ്. അപ്പോൾ അതുകൊണ്ട് അവരുമായിട്ട് എനിക്ക് പിന്നെ ഒരു സാധ്യത ഇന്ന് നിങ്ങൾ തന്നത് വളരെയധികം വലിയ കാര്യമാണ്. ഞാൻ അവരുമായിട്ട് വളരെയധികം ആ കാര്യങ്ങളെക്കുറിച്ചിട്ടും അതിൻ്റെ സീരിയസ്നെസ് എന്തുമാത്രം ഉണ്ടെന്ന് അവരുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യാൻ എനിക്ക് പറ്റും. താങ്ക് യു.